പറഞ്ഞു. ഇന്ന് ആഗസ്റ്റ് 9, 2026 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർകളോടും UDF സർക്കാരിനോടുമുള്ള ഒരു എളിയ അഭ്യർത്ഥന. 2026 ഓണം ആഘോഷിക്കാൻ ഓണമാസം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ പ്രജകളായ ഞങ്ങളെയെല്ലാം ഒരുപോലെ കാണണമെന്ന് ഭരണഘടനാപരമായി അങ്ങ് ഒരുപോലെ കാണണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി പ്രൊവിഷൻ ഉണ്ട്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റുമായിരുന്നല്ലോ, പ്രാക്ടീസ് ചെയ്തിരുന്ന അഡ്വക്കേറ്റുമായിരുന്നു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കുന്ന കാലമാണ് ഓണക്കാലം. ആ ഓണക്കാലത്ത് എങ്കിലും അദ്ദേഹം നമ്മുടെ പുരുഷന്മാർക്ക് പ്രിയദർശൻ ട്രാൻസ്പോർട്ട് അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകൾ ഓണം ആഘോഷിക്കുവാനായി പ്രിയദർശിനിയിൽ കയറി പോകുമ്പോൾ വീട്ടിലിരുന്ന് കരയേണ്ട ഗതികേടാണ് പുരുഷന്മാരായ കാശില്ലാത്ത ഒരു വിഭാഗം പാവപ്പെട്ട പുരുഷന്മാരെ കേരളത്തിൽ അനുഭവിക്കുന്നത്. അത് അദ്ദേഹം മനസ്സിലാക്കണം. അംബേദ്കർ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യ രാജ്യം അംഗീകരിച്ചിട്ടുള്ള നാമെല്ലാം ഉയർത്തിക്കാണിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ മുൻനിർത്തി അപേക്ഷിക്കുകയാണ് ഈ ഓണക്കാലത്തെങ്കിലും പ്രിയദർശൻ ട്രാൻസ്പോർട്ട് അനുവദിച്ച് ഞങ്ങളെ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരെയും സൗജന്യ യാത്ര നൽകണമെന്നും ആ സൗജന്യ യാത്ര നൽകിയില്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ കളികളാണ് മാവേലിയുടെ നാട്ടിൽ നടക്കുന്നതെന്നും ഈ കാശില്ലാത്ത വിഭാഗത്തിൽപ്പെട്ട വളരെ പരിതാപകരമായി ജീവിക്കുന്ന കുറച്ചധികം പേർക്ക് പറയേണ്ടി വരുന്നത്. ഈ കണ്ണീര് അങ്ങ് കാണണമെന്നും ഈ കണ്ണീരിനെ തുടയ്ക്കുവാൻ വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നും ഈ ഓണക്കാലത്തിന് മുന്നേ തന്നെ കേരള മുഖ്യമന്ത്രിയായ ശ്രീ വി.ഡി. സതീശൻ അവர்களോട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.